കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ലോകമെമ്പാടും ജനങ്ങൾ പെസഹായും ആചരിക്കുന്നുവല്ലോ. യഥാർത്ഥത്തിൽ പെസഹ എന്നത് യേശുക്രിസ്തുവിനു മുമ്പ് 12-ാം നൂറ്റാണ്ടിൽ, അതായത് 12th century BCE ഇസ്രായേൽ ജനം ആചരിച്ചിരുന്ന ഒരു പെരുന്നാളായിരുന്നു. യഹോവയാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു അവർ ആ പെരുന്നാൾ ആചരിച്ചിരുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനം നീണ്ട 430 വർഷക്കാലം ഈജിപ്തിൽ അടിമകളായിരുന്നു. അവിടെ അവരുടെ കഷ്ടത കണ്ട് മനസ്സലിഞ്ഞ ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ച് 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടത്തി പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ കൊണ്ടുവന്ന് അവരെ അവിടെ പാർപ്പിച്ചു. ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോന്റെ കയ്യിൽ നിന്ന് ഈ ജനത്തെ വിട്ടുകിട്ടുവാൻ അത്ര എളുപ്പമായിരുന്നില്ല. അതിനാൽ ദൈവം ഈജിപ്തിൽ 10 ബാധകൾ അയച്ചിരുന്നു. 9 ബാധകളും അവയുടെ കെടുതികളും അനുഭവിച്ചറിഞ്ഞിട്ടും ജനത്തെ വിട്ടയക്കുവാൻ തക്കവണ്ണം ഫറവോൻ രാജാവ് മനസ്സ് മാറ്റിയില്ല. 10ാമത്തെ ബാധയായിരുന്ന കടിഞ്ഞൂൽ സംഹാരം വന്നപ്പോഴാണ് ഫറവോൻ മനസ്സ് മാറ്റിയത്. നേരത്തെ തന്നെ ദൈവം ഫറവോന്റെ കൊട്ടാരത്തിൽ മോശയെ അയച്ച് പറയിച്ചിരുന്നു, മരുഭൂമിയിൽ എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് എബ്രായരുടെ ദൈവമായ യഹോവ കൽപ്പിച്ച് എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന്. എവിടെ കേൾക്കാൻ? ഫറവോൻ മോശയുടെ വാക്ക് ചെവിക്കൊണ്ടില്ല. ഈജിപ്തിലെ സകല കന്നുകാലികളുടെയും മനുഷ്യരുടെയും എന്തിനേറെ രാജകൊട്ടാരത്തിലെ വരെ കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെട്ടപ്പോഴാണ് ഫറവോൻ മനസ്സ് മാറ്റിയത്. എന്നാൽ അവരുടെ ഇടയിൽ പാർത്തിരുന്ന ഇസ്രായേൽ മക്കളുടെയും അവരുടെ കന്നുകാലികളുടെയും കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടാതിരിക്കുവാൻ ദൈവം മോശയോട് പറഞ്ഞു, നീ ജനത്തോട് പറയുക, ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം അവരുടെ വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണമെന്ന്. സംഹാരദൂതൻ അതുവഴി കടന്നു പോകുന്ന സമയം ഈ രക്തത്തിൻ്റെ അടയാളം ഉള്ള വീടുകളിൽ സംഹാരം നടത്താതെ കടന്നു പോകും. പെസഹ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, കടന്നുപോക്ക് അഥവാ പാസ് ഓവർ. കനാൻ നാട്ടിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനം തലമുറകളായി ഈ സംഭവം ഓർക്കണം എന്ന് ദൈവം മോശ മുഖാന്തരം അവരോട് പറഞ്ഞു. ഓർക്കുക മാത്രമല്ല, ഇതൊരു പെരുന്നാളായി ആചരിക്കണം, പെസഹ പെരുന്നാൾ. അന്ന് അവർ ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഭക്ഷിക്കണം. അത് മാത്രമല്ല, എന്താണ് ഈ പെരുന്നാളെന്ന് നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 12. യഹോവ മോശയോടും അഹ്റോനോടും ഈജിപ്തിൽ വെച്ച് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ആബീബ് മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. ആ മാസത്തിലാണ് അവർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണും ആയിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 10-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 14-ാം തീയതിയായിരുന്നു ആ സംഭവം നടന്നത്. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം.
അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. പുളിപ്പില്ലാത്ത അപ്പം. മാവ് പുളിക്കാതെ അപ്പം ചുട്ടാൽ അതെങ്ങനെയിരിക്കും? അതൊന്നിനും കൊള്ളില്ല, ഭക്ഷിക്കുവാൻ യോഗ്യമല്ല. അത് മൃദുവായിരിക്കില്ല. ഇത് കഷ്ടതയുടെ അപ്പമാണ്. അതായത് അവർ ഓർക്കുകയാണ്, മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾ ഭക്ഷിച്ച ഭക്ഷണം, കഷ്ടപ്പാട്, എത്രമാത്രം കഷ്ടതയായിരുന്നു അവർ മിസ്രൈമിൽ അനുഭവിച്ചത്. ഞെരുക്കത്തിൻ്റെ അപ്പം, അതാണ് അവർ തിന്നത്. അതായത് രുചികരമായ ഭക്ഷണം അവർക്കൊന്നും രുചിയായി തോന്നിയില്ല. കാരണം അവർ അടിമകളായിരുന്നു. ഫറവോൻ രാജാവ് അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിക്കുകയായിരുന്നു. കയ്പ് ചീരയോടുകൂടി അത് തിന്നണം. കയ്പ് ദുഃഖത്തിൻ്റെ സൂചനയാണ്, കഷ്ടതയുടെ സൂചന. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടിപിടിച്ചും കൊണ്ട്, ഇത് വളരെ ധൃതിയെ കാണിക്കുന്നതാണ്. അവർ പെട്ടെന്നാണ് അന്ന് സന്ധ്യാസമയം ഈജിപ്തിൽ നിന്ന് എല്ലാവരും പുറപ്പെട്ടത്. അവർ പുറപ്പെട്ടത് നോക്കി അവരുടെ പുറകെ ഇവരെ പിടിക്കാൻ ഫറവോൻ സൈന്യത്തെ അയക്കുമോ എന്നെല്ലാം ഭയപ്പെട്ട് തിടുക്കത്തോടെ കയ്യിൽ വടി പിടിച്ചും കൊണ്ട് കാലിന് ചെരുപ്പിട്ട് അരകെട്ടി വളരെ തയ്യാറായി ധൃതിയോടെയാണ് അവർ അന്ന് പുറപ്പെട്ടത്. അത് ഓർത്തുകൊണ്ട് ഇപ്പോൾ ഇവർ ഇവരുടെ ദേശത്തായിരിക്കുമ്പോൾ, സ്വസ്ഥത അനുഭവിക്കുമ്പോൾ, ആ പെരുന്നാൾ ആചരിക്കുമ്പോൾ അത് ഓർക്കുവാൻ വേണ്ടി അങ്ങനെ ഭക്ഷിക്കണം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് യഹോവയുടെ പെസഹ ആകുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇത് മോശയോട് കൽപ്പിക്കുമ്പോൾ മോശ അത് ജനത്തോട് പറഞ്ഞു. ഈ കർമ്മം അവർ ചെയ്യുമ്പോൾ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് ഓർക്കുന്നത്. എങ്ങനെയാണ് കഷ്ടതയുടെ നടുവിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചത്? ജനം ഇത് ഓർക്കണം. ജനം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെ വേഴ്സ് 26 നാം വായിക്കുന്നു, ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രൈമ്യരെ ദണ്ഡിപ്പിക്കയിൽ, അതായത് ഈജിപ്തുകാരെ ദണ്ഡിപ്പിക്കയിൽ, ഈജിപ്തിൽ ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ അവരോട് പറയണം. ഇത് നിങ്ങൾ ആണ്ടുതോറും ഓർക്കുക മാത്രമല്ല, മക്കളോടും മക്കളുടെ മക്കളോടും എല്ലാം ഇക്കാര്യം പറയണം. തലമുറ തലമുറകളായി നിങ്ങൾ ഈ പെരുന്നാൾ ആചരിക്കണം. ഈ പെരുന്നാൾ ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, അത്ഭുതങ്ങൾ, ദൈവം വിടുവിച്ച വിധങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണ്. തലമുറകളായി അത് പാസ് ഓൺ ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യമാണ് അവർ ഓർത്തിരുന്നത്. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ഇത് മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്തതാണ്. ഇവരെ വിടുവിക്കുന്നതിന് മുമ്പ്
ഈ കാര്യമാണ് അവർ ഓർത്തുകൊണ്ട് പെസഹ ആചരിച്ചത്. ദൈവത്തിൻ്റെ ആ പ്രോമിസ്. ഈ വാക്യം നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വീണ്ടെടുപ്പ് എന്ന പ്രക്രിയയുടെ 4 വ്യത്യസ്തങ്ങളായ പടികൾ കാണുവാൻ കഴിയും. എ 4-സ്റ്റേജ് പ്രോസസ് ഓഫ് റിഡംഷൻ. ഇത് 4 വ്യത്യസ്തങ്ങളായ വാഗ്ദത്തങ്ങളാണ്, പ്രോമിസസ് ഓർ എക്സ്പ്രഷൻസ് ഓഫ് റിഡംഷൻ. ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് വിടുവിക്കും. അതാണ് ഒന്നാമത്തെ പ്രോമിസ്. I will bring you out from under the yoke of the Egyptians. രണ്ടാമതായി, അവരുടെ അടിമയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. I will free you from being slaves to them. ഇനി മേലാൽ നിങ്ങൾ അവർക്ക് അടിമകളായിരിക്കില്ല. ഇതാണ് രണ്ടാമത്തെ പ്രോമിസ്. മൂന്നാമതായി, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. I will redeem you with an outstretched arm and with mighty acts of judgment. മൂന്നാമത്തെ പ്രോമിസാണിത്. നാലാമതായി, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. I will take you as my own people and I will be your God. നാലാമത്തെ വാഗ്ദത്തമാണ്. ഈ 4 വാഗ്ദത്തങ്ങളും ഓർത്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ഇന്നും പെസഹ ഭക്ഷിക്കുന്നത്. അവർ ആധാരമാക്കിയിരിക്കുന്നത് അവരുടെ തൽമുദുകളാണ്. ദൈവം മോശയിൽ കൂടി അവർക്ക് കൊടുത്ത കൽപ്പനകളുടെ വ്യാഖ്യാനങ്ങൾ. റബിമാർ എങ്ങനെയാണോ അവ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്, അതുപോലെ വായ്മൊഴിയായി അവർ കേട്ട് പരമ്പരാഗതമായി അവർ അനുവർത്തിച്ചു പോരുന്ന ആചാരങ്ങൾ, ഇവയെല്ലാം അടങ്ങിയിരിക്കുന്ന മിഷ്നായിലെ തൽമൂദുകളാണവ. അവർ പെസഹ ഭക്ഷണം ഒരുക്കി എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. പെസഹ ഭക്ഷണത്തിൽ പുളിപ്പില്ലാത്ത അപ്പമുണ്ട്, തീയിൽ ചുട്ട കുഞ്ഞാടിൻ്റെ മാംസമുണ്ട്, കയ്പുചീരയുണ്ട്. ആ 4 വാഗ്ദത്തങ്ങളെ അനുസ്മരിച്ച് 4 പാനപാത്രങ്ങളുണ്ട്, അതായത് 4 cups of wine. അതുപോലെ മറ്റ് വെജിറ്റബിൾസ് കാണും, പഴവർഗ്ഗങ്ങൾ കാണും, ഡ്രൈ ഫ്രൂട്ട്സ് കാണും, ചിലപ്പോൾ മുട്ട കാണും. ഈ കയ്പുചീരയും വെളുപ്പില്ലാത്ത അപ്പവും ഒക്കെ മുക്കി തിന്നുവാൻ മധുരമുള്ള ഒരു സോസ് കാണും. ഇവയെല്ലാം ഒരുക്കി അവർ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, അത് ആൺകുട്ടിയാകാം, ചിലപ്പോൾ പെൺകുട്ടിയാകാം, ആ കുട്ടി ഈ പെസഹ ആചരണം ഒഫീഷ്യേറ്റ് ചെയ്യുന്ന കാർമ്മികനോട് ചോദിക്കും, എന്തിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്? എന്താണ് ഈ രാത്രിക്കുള്ള പ്രത്യേകത? എങ്ങനെയാണ് ഈ രാത്രി മറ്റു രാത്രികളേക്കാൾ വിഭിന്നമായിരിക്കുന്നത്? അപ്പോൾ ആ കാർമ്മികൻ എല്ലാം പറയും. എങ്ങനെയായിരുന്നു തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്നത്? അവർ അവിടെ ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടതയുടെ കണ്ണുനീരും കുടിച്ചത്. അതുപോലെ അത്ഭുതകരമായി ദൈവം അവരെ വിടുവിച്ചത്, മരുഭൂമിയിൽ കൂടി ദൈവം അവരെ നടത്തിയത്, ഇപ്പോൾ അവർ ആയിരിക്കുന്ന ആ സ്വസ്ഥത, ഇതെല്ലാം ദൈവമാണ് ചെയ്തത്. ദൈവത്തിൻ്റെ അത്ഭുതമാണ് ഇത്. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇതെല്ലാം നടന്നത്. ഇതെല്ലാം ആ കാർമ്മികൻ പറയും. അവർ അതെല്ലാം ഒന്നുകൂടെ കേൾക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണ്. അപ്പോൾ അവർ ഒന്നാമത്തെ പാനപാത്രം പാനം ചെയ്യും, കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അതിനുശേഷം അവരുടെ ഭക്ഷണത്തിലുള്ള ആ വെജിറ്റബിൾസ് അവർ കഴിക്കുന്നു. പിന്നെ പുളിപ്പില്ലാത്ത അപ്പം അവർ മുറിച്ച് ആ സോസിനകത്ത് മുക്കി അവർ ഭക്ഷിക്കുന്നു. അതോട് ചേർന്ന് രണ്ടാമത്തെ കപ്പ് ഓഫ് ഡെലിവറൻസ് അവർ പാനം ചെയ്യുന്നു. പിന്നീടാണ് കയ്പുചീര കഴിക്കുന്നത്. അതിനുശേഷം
അവർ തീയിൽ ചുട്ട കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുന്നു. അതോടൊപ്പം മൂന്നാമത്തെ കപ്പും അവർ പാനം ചെയ്യുന്നു, കപ്പ് ഓഫ് റിഡംഷൻ. പിന്നീട് ഭക്ഷണത്തിൻ്റെ അവസാനത്തോടെ അവർ നാലാമത്തെ കപ്പും പാനം ചെയ്യുന്നു, കപ്പ് ഓഫ് റിസ്റ്റോറേഷൻ. ഇതിൻ്റെ ശേഷം അവർ സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ 115, 116, 117, 118 ഈ സങ്കീർത്തനങ്ങളാണ് അവർ ആലപിക്കുന്നത്, സ്തോത്രഗീതങ്ങൾ. നമുക്കറിയാം, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയമെല്ലാം ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് അവർ പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. അവർ മൗനമായിരുന്ന് ഭക്ഷിക്കുകയായിരുന്നില്ല. ഇന്ന് ഈ പെസഹ ആചരിക്കുന്ന ദിവസം നമുക്ക് 136 സങ്കീർത്തനം അവർ ആലപിച്ചതുപോലെ ആലപിക്കാം. അവിടെ ദൈവം ചെയ്ത വൻക്രിയകളാണ് വിശദമാക്കിയിരിക്കുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാധിദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. Give thanks to the Lord, for he is good, his love endures forever. Give thanks to the God of gods, for he is good, his love endures forever. കർത്താധികർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇക്കാര്യങ്ങൾ ആ കാർമികനായിരിക്കും പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഒരുമിച്ച് പറയും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ ഫറവോൻ രാജാവ് സൈന്യത്തെ അയച്ചു. പക്ഷേ ദൈവം അവരെ ചെങ്കടലിൽ തള്ളിയിട്ടു. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അവർ പല ദേശങ്ങളുടെയും അടുത്തുകൂടെയാണ് കടന്നുപോയത്, അല്ലെങ്കിൽ ദേശങ്ങളിൽ കൂടെയാണ് കടന്നുപോയത്. അവിടെയുള്ളവർ രാജാക്കന്മാരെല്ലാം ഇവരോട് യുദ്ധം ചെയ്യുവാൻ വന്നു.
അവരെ എല്ലാം ദൈവം അവർക്ക് വേണ്ടി സംഹരിച്ചു. ഇവർക്ക് യുദ്ധം ചെയ്യുവാനുള്ള പ്രാപ്തി ദൈവം കൊടുത്തു. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അമോര്യരുടെ രാജാവായ സിഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും സംഹരിച്ചവന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ദേശത്തെ അവകാശമായി തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ കൊടുത്തവന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള ആ അവസാന ആഴ്ചയിൽ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ചു. പണ്ട് ഇസ്രായേല്യർ പെസഹ ആചരിച്ചപ്പോൾ അവർക്ക് സാധ്യമായത് അവരുടെ ദേശത്തുള്ള യഥാസ്ഥാനമായിരുന്നു. അതായത് അവർ നേരത്തെ കനാൻ നാട്ടിലായിരുന്നു. അവിടെ നിന്നായിരുന്നു അവർ ഈജിപ്തിലേക്ക് പോയി അവിടെ അടിമകളാക്കപ്പെട്ടത്. പെസഹ ആചരണത്തിലൂടെ അവർക്ക് സാധ്യമായത് നാഷണൽ റിസ്റ്റോറേഷനായിരുന്നു. ദേ വേ റിസ്റ്റോർഡ് ആസ് എ നേഷൻ. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം മാനവജാതിക്ക് സാധ്യമാക്കിയതും റീസ്റ്റോറേഷനാണ്. അതായത് പാപത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുന്നു. അവർ നേരത്തെ എങ്ങനെയായിരുന്നുവോ ആ പാപമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. യേശുക്രിസ്തു കാൽവറിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, സകലവും നിവൃത്തിയായി എന്ന്. അതായത് മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി അവൻ ചെയ്ത ആ രക്ഷണ പ്രവൃത്തി നാം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായി നാം സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്വീകരിക്കുന്നവർക്കാണ് ആ റീസ്റ്റോറേഷൻ്റെ നിത്യാനന്ദം അനുഭവിക്കുവാൻ കഴിയുന്നത്. ശിഷ്യന്മാരോടൊപ്പമുള്ള പെസഹ ആചരണത്തിൽ പെസഹ നിത്യജീവൻ നൽകുന്ന ഭക്ഷണമായ ദിവ്യബലി എന്ന ഹോളി സാക്രമെൻ്റാക്കി യേശുക്രിസ്തു മാറ്റുകയാണ് ഉണ്ടായത്. ഈ ദിവ്യബലിയെ ദിവ്യകാരുണ്യമെന്നോ ദ ഹോളി യൂക്കറിസ്റ്റ് എന്നോ വിശുദ്ധ കുർബാനയെന്നോ ദ ലോർഡ്സ് ടേബിൾ അഥവാ കർത്താവിൻ്റെ തിരുമേശയെന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്ന അത്രേ. ഈ ഹോളി സാക്രമെന്റ് ഇന്നും തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹായിക്കായിരുന്നു. ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിങ്ങിൽ കാണുന്നത് പോലെ അല്ലാതെ യേശുവും ശിഷ്യന്മാരും നിലത്താണ് ഇരുന്നിരുന്നത്. രണ്ട് കാലും വലത്തോട്ട് മടക്കി വെച്ച് ഇടത്തോട്ട് ചാഞ്ഞ്. അവരുടെ മുമ്പിൽ നെഞ്ചോളം എത്തുന്ന മേശകൾ ഉണ്ടായിരുന്നു. യേശുവായിരുന്നു കാർമികൻ, അപ്പവും വീഞ്ഞും പകുത്തു കൊടുക്കുന്നവൻ. പതിവ് പോലെ 1 2 കപ്പുകൾ യേശു അവർക്ക് പകർന്നു കൊടുത്തു. തുടർന്ന് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ യേശു ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നു. യേശു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുവാൻ പോകുകയാണ്. യേശുക്രിസ്തുവിനോട് നമ്മെ ഏകീഭവിപ്പിക്കുവാൻ, ആ സ്നേഹത്തിൽ നമ്മെ ബന്ധിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിനോട് നാം ചേരണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കണം.
അതിന് യേശുക്രിസ്തു തന്നെ നമ്മെ വിശുദ്ധീകരിക്കണം. നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടേതായ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വൃത്തിയാക്കൽ ഇവയൊന്നും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനോടടുക്കുവാൻ പര്യാപ്തമല്ല. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ യേശു പത്രോസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പത്രോസ് അതിനെ വിസമ്മതിച്ചു. എന്താണ് യേശു പറഞ്ഞത്? പത്രോസേ, ഞാൻ നിന്റെ കാലുകൾ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കും ഓഹരിയും ഒന്നുമില്ല. അതുപോലെ യൂദയാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് യേശു അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി അവനോട് തന്നെ പറഞ്ഞു. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണുന്നു, യേശു അപ്പക്കണ്ണം മുക്കി യൂദായ്ക്ക് കൊടുക്കുമ്പോൾ കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ യൂദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അങ്ങനെ അശുദ്ധമായതെല്ലാം യേശു അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോടായി പറയുന്നു, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. ഒരു പുതിയ കൽപ്പന തുടർന്ന് യേശു അവർക്ക് കൊടുക്കുന്നു. എന്തായിരുന്നു ആ പുതിയ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യേശു എന്താണ് തുടർന്ന് ചെയ്തതെന്ന് കാണുക. സ്നേഹത്തിൻ്റെ ആ പാരമ്യത്തിൽ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം എന്ന്. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അപ്പവും വീഞ്ഞും എടുത്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് പറയുകയാണ്, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് എൻ്റെ ശരീരവും രക്തവുമാകുന്നു. ഞാൻ എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് തരികയാണ്. യേശുവിൻ്റെ ആ മഹാസ്നേഹം. യേശു നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം അവനിലും വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇത് 3-ാമത്തെ കപ്പ് ഓഫ് വൈൻ ആയിരുന്നു. ഈ കപ്പ് ഓഫ് വൈൻ അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു പുതിയ നിയമം, ഒരു പുതിയ ഉടമ്പടി, എ ന്യൂ കവനന്റ് യേശു സ്ഥാപിച്ചു. യേശുവിൻ്റെ രക്തം അവൻ്റെ ജീവനാണ്. അത് മാനവരാശിക്ക് നിത്യജീവൻ നൽകുന്നതാണ്. വിശുദ്ധനായ പത്രോസ്ലിഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നു, 1 Peter 1:18, You are redeemed from a futile inherited lifestyle, not with perishable worldly wealth like gold or silver, but by the high cost of the precious, spotless blood of Christ. തുടർന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന്. യേശു ആ 4-ാമത്തെ കപ്പ് കുടിച്ചില്ല, കപ്പ് ഓഫ് റീസ്റ്റോറേഷൻ. അത് നമ്മൾ ഒരുമിച്ച് പിതാവിൻ്റെ രാജ്യത്തിൽ കുടിക്കുവാനിരിക്കുകയാണ്. അതിനായി യേശു നമ്മെ അങ്ങോട്ട് ക്ഷണിക്കും. I will take you as my own people, and I will be your God.
കർത്താവിൻ്റെ മടങ്ങിവരവിൽ തന്നോടൊപ്പം ചേർക്കപ്പെടുവാനായി ഈ നിത്യരക്ഷ അനുഭവിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ നാം ഏകീഭവിക്കപ്പെടണം. യേശുക്രിസ്തു നമുക്ക് നൽകിയത് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാണ്. This holy sacrament restores our spirit, mind and body. നമുക്ക് പാടാം, Sweet Sacrament Divine. Sweet Sacrament Divine, hid in thine earthly home, Lord, round thy lowly shrine, with suppliant hearts we come. Jesus, to thee our voice we raise, in songs of love and heartfelt praise. Sweet Sacrament Divine, sweet Sacrament Divine, sweet Sacrament of peace, dear home for every heart, where restless yearning cease and sorrows all depart. There in thine ear all trustfully we tell our tale of misery. Sweet Sacrament of peace, sweet Sacrament of peace, sweet Sacrament of rest, art from the ocean's roar, within thy shelter blessed, soon may we reach the shore. Save us, for still the tempest raves, save lest we sink beneath the waves. Sweet Sacrament of rest, sweet Sacrament of rest, sweet Sacrament Divine, earth's light and jubilee, in thy fondest birth shine, thy Godhead's majesty. Sweet light, so shine on us, we pray, that earthly joys may fade away. Sweet Sacrament Divine, sweet Sacrament